ഗോകുലം ഗ്രൂപ്പ് സ്ഥാപനങ്ങളിലെ റെയ്ഡിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്ത ഇഡി. ഗോകുലം വിദേശനാണ്യ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തി. കേസിൽ ഗോകുലം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യും. ഗോകുലം എംഡി ബൈജു ഗോപാലിനെയും ചോദ്യം ചെയ്തു. ഗോകുലം സ്ഥാപനങ്ങളിൽ ഇന്നലെ ഇഡി വ്യാപക റെയ്ഡുകൾ നടത്തിയിരുന്നു. റെയ്ഡിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തു. 2022 കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു ചെന്നൈയിലെയും കോഴിക്കോട്ടെയും ഓഫീസുകളിൽ റെയ്ഡ്. വിദേശ നാണ്യവിനിമയ ചട്ടങ്ങൾ ലംഘിച്ചതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഫെമ ലംഘിച്ചുള്ള പണം സിനിമാ നിർമ്മാണത്തിനും ചെലവഴിച്ചതായാണ് വിലയിരുത്തൽ. വിവാദ സിനിമ എമ്പുരാനായി മുടക്കിയ പണത്തിലും അന്വേഷണമുണ്ട്. ശ്രീഗോകുലം ചിസിൽ ഫെമ നിയമങ്ങൾ ലംഘിച്ച് വിദേശ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. മറ്റൊരു ഫെമ ലംഘന കേസ് അന്വേഷണത്തിനിടെയാണ് ഗോകുലം ചിറ്റ്സിലേക്കും പണമെത്തിയതെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ഗോകുലം ഗോപാലിനെ സമൻസ് നൽകി കൊച്ചി ഇഡി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ചെന്നൈ കോടമ്പാക്കത്തെ ഗോകുലം ചിറ്റ്സിന്റെ കോർപ്പറേറ്റ് ഓഫീസിലും വീട്ടിലും നടന്ന ഇഡി റെയ്ഡ് 14 മണിക്കൂർ നീണ്ടുനിന്നു. കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന റെയ്ഡിലും നിരവധി രേഖകൾ കണ്ടെടുത്തു. ഗോകുലം ഗ്രൂപ്പിന്റെ മറ്റു സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുന്നുണ്ട്. ജനം, കൊച്ചി.